നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്. ബച്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഉടായ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഉടായ്പ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള വീഡിയോ പുറത്തുവിട്ട ഹൈദർ മധൂർ മറ്റൊരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ ക്രിക്കറ്റിലൊക്കെയാണ് മാച്ച് ഫിക്സിംഗ് എന്ന് കണ്ടുള്ളൂ. അത്തരത്തിലൊരു ഫിക്സിംഗ് ഇവിടെ നടന്നിരിക്കുന്നു. അറിയാവുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടന്നത് എന്ന രീതിയിലാണ് ഈ രണ്ട് വീഡിയോകളും, ഹൈദർ മധൂർ ചെയ്ത രണ്ട് വീഡിയോയും കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് അത്തരത്തിലൊരു ഫിക്സിംഗ് ഇവിടെ നടന്നിരിക്കുന്നതായിട്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയം അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പരിപാടിയാണ്. ആർക്കെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരവരുടെ കയ്യിലുള്ള സ്വത്ത്, മിക്കവാറും വീടായിരിക്കും, അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പൈസ ലഭിക്കുന്നില്ല. അപ്പോൾ അവർ ആ വീട് സമ്മാനമായി കൊടുത്തുകൊണ്ട് ഒരു ലക്കി ഡ്രോ പുറത്തിറക്കുന്നു. അതിന് 1000 രൂപ, 1500 രൂപ, 2000 രൂപയ്ക്കാണ് ടിക്കറ്റിൻ്റെ വിലയായിട്ട് വരുന്നത്. എന്നിട്ട് ഈ ടിക്കറ്റ് വിറ്റതിന് ശേഷം നറുക്കെടുപ്പ് നടത്തി സമ്മാനം കൊടുക്കുന്നു. ഈ നറുക്കെടുപ്പ് നടത്തി ലഭിച്ച പൈസ ഇയാളുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നു. ഇതാണ് സംഭവം. ഈ ഒരു പാറ്റേൺ ആണ് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി ഈ ലക്കി ഡ്രോ സംഘടിപ്പിച്ചത്. 60 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള ഒരു വീടാണ് ഒന്നാം സമ്മാനം. പിന്നെ ജിമ്മി എന്ന 4 വീലർ, പിന്നെ ഒരു ബൈക്ക്, റോയൽ എൻഫീൽഡ് ബൈക്ക്, സ്കൂട്ടർ, സ്വർണ്ണ നാണയം, ഇതൊക്കെയാണ് സമ്മാനം. ഇതിനൊക്കെ എല്ലാത്തിനും കൂടി ഒരു തുക ചെലവാകും നമുക്ക് മനസ്സിലാകാം. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു കൂട്ടിയൊരു 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. എല്ലാത്തിനും കൂടിയുള്ള ചെലവ് 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ഇവരെ ടാർഗറ്റ് ചെയ്തത് 15,000 ടിക്കറ്റ് വിൽക്കാൻ. ഇത് നമ്മൾ പറഞ്ഞില്ല, ഇവർ തന്നെ ഒരു വീഡിയോ പറഞ്ഞതാണ്. 15,000 ടിക്കറ്റ് വിറ്റ് കഴിയുമ്പോൾ 1000 രൂപ വെച്ച് 1.5 കോടി രൂപയോളം ലഭിക്കും. എന്തിനാണ് ഈ 60 ലക്ഷം രൂപയുടെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി 1.5 കോടി ടാർഗറ്റ് ചെയ്യുന്നത്? അവിടെ തന്നെ ഇതിന്റെ പിന്നിലൊരു സാമ്പത്തിക ലാഭം എന്നല്ല ഇതിനെ പറയേണ്ടത്, ഒരു സാമ്പത്തിക സ്കാം എന്നാണ് ഇതിനെ പറയേണ്ടത്. ആ രീതിയിൽ ഇത് ചെയ്യുന്നത്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ഈ കുഞ്ഞാൻ കാണിച്ച ചില പരാക്രമങ്ങൾ, മുകളിലുള്ള ഇത് മാത്രം മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലേക്ക് കൈയിട്ട് കഷ്ടപ്പെട്ടൊരു കൂപ്പൺ പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നി. അത് ചോദ്യം ചെയ്തു. മാത്രമല്ല ഈ ഹൈദർ മധൂർ പുറത്തോട്ടൊരു വീഡിയോയിൽ നിന്ന് വ്യക്തമായിരുന്നു എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഉടായ്പ എന്നുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം, ഈ സമ്മാനം കിട്ടിയിരിക്കുന്ന ഷാഫി എന്ന് പറയുന്ന വ്യക്തിയും നാസറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറുക്കെടുപ്പൊക്കെ ഒരുക്കി കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്. ബച്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവർ ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴാണ് നമ്മൾ നേരത്തെ കാണിച്ച നറുക്കെടുപ്പ് പരാക്രമവും ഈ സംഭവം തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു ലിങ്ക് വരുന്നത്. ഇനിയിപ്പോൾ അത് വെറും യാദൃശ്ചികമാണെന്ന് തന്നെ വിചാരിക്കുക. ഇത്തരത്തില് സാധ്യത പിന്നിലുണ്ടോ? ഉണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അത് പറയാൻ കാരണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സംഘടനയുടെ അതിന്റെ ഒരു പ്രവർത്തന ഫണ്ടിന് വേണ്ടി ഒരു നറുക്കെടുപ്പ് നടത്തി. ഒരു ബൈക്കാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഏകദേശം 1 ലക്ഷം രൂപയെടുത്താണ് ആ ബൈക്കിന്റെ വില പറഞ്ഞിരുന്നത്. സ്പോർട്ടി ബൈക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ പിരിവൊന്നും നടന്നില്ല. കൂപ്പണൊന്നും അങ്ങനെ വിറ്റുപോയില്ല. പ്രത്യേകിച്ച് ഇതൊരു മഴക്കാലത്ത് സംഭവിച്ച ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂപ്പൺ വിൽപ്പന സാധിച്ചില്ല. നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഈ വിവരം കുറച്ച് ആളുകൾക്ക് അറിയാം. ആ സമയത്ത് ഞങ്ങൾ അന്വേഷിച്ചൊരു വ്യക്തി വന്നു. ആ വ്യക്തി പറഞ്ഞത്, ഈ ബൈക്കിന്റെ പകുതി പൈസ ഞാൻ തരാം, പക്ഷേ എനിക്ക് ഈ സമ്മാനം ലഭിക്കണം. നമ്മളത് സമ്മതിച്ചില്ല. സമ്മതിക്കാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, നമ്മൾക്കൊരു ഉണ്ടായിരുന്ന ഒരു ആദർശം. രണ്ട്, ഈ സംഘടന എന്ന് പറയുന്നത് ഒരു ആദർശത്തിനൂന്നിയ സംഘടനയാണ്. നമ്മൾ ഓഫർ നിരസിച്ചിട്ട് സാധാരണ രീതിയിൽ തന്നെയാണ് നറുക്കെടുപ്പ് നടത്തി. അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത്. ഇപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം, ഇവര് 15,000 ടിക്കറ്റ് വിൽക്കാൻ ശ്രമിച്ചിട്ട് വിറ്റത് ഏകദേശം ഒരു 8,000 ചില്ലാനും ടിക്കറ്റാണ് വിൽക്കാൻ പറ്റിയത്. അതായത് ഇവർ ഉദ്ദേശിച്ച ആ ടാർഗറ്റിൽ എത്തിയിട്ടില്ല. ഇതൊരു പോസിബിൾ സിറ്റുവേഷൻ ഉണ്ടോ പറയുന്നത്, ഇങ്ങനെ സംഭവിച്ചെന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു ഫിക്സിങ്ങിന്റെ ഓഫർ വരാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ ഈ വീടിന്റെ ഒരു പകുതി പൈസ തരാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം പൈസ തരാം, എനിക്ക് സമ്മാനം നൽകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീല് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി പൈസ കൂടുതൽ ലഭിക്കും. അതല്ലെങ്കിൽ ഇവർക്ക് ആർക്കുവേണമെങ്കിലും എടുത്തു കൊടുത്താൽ മതി. കുഞ്ഞിന് എത്ര കഷ്ടപ്പെട്ട് അതിൻ്റെ അടുത്തേക്ക് മുങ്ങിത്തപ്പിയൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു സാമ്പത്തിക സ്കാം ഇതിനകത്ത് നടക്കുന്നത് കൊണ്ടായിരിക്കണം
ഇതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞാൻ കഷ്ടപ്പെട്ട് ഒരു ടിക്കറ്റ് പൊക്കിയെടുത്തത്. ഇനി ഇയാൾ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ? അതാണ് ഏറ്റവും രസകരമായ സംശയം. പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോക്കെ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. 13 ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങള് എന്റെ കണ്ണുകളിൽ തന്നെ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ പൊന്നുമോനെ സാപ്പി. നീ പറഞ്ഞല്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തതല്ല. കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോൾ, വാട്സപ്പ് വഴി എടുത്തപ്പോൾ, വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അതുണ്ടാവില്ല. കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്. എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണണമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ. അമ്മായിൻ്റെ മോനൊന്നുമല്ലല്ലോ, ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ. അപ്പോൾ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിൻ്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സുഹൃത്ത് സാപ്പി, നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത്. മക്കളെ, സംഭവം ഇപ്പോൾ കുറെ കൂടി ഉടായ്പ നടന്ന് സ്ക്രിപ്റ്റ് അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഈ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വീഡിയോയിൽ അയാൾ പറയുന്നത് എനിക്ക് വളരെ തിരക്കാണ്, നമുക്ക് ഓടാൻ പറ്റാത്ത സാഹചര്യം, എത്താൻ പറ്റാത്ത സാഹചര്യം, അതുകൊണ്ട് വന്നിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ച് അവിടെ ചെല്ലില്ലേ. ചെറിയൊരു 500 റുപ്യ ലോട്ടറി അടിച്ചാൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ആ പൈസ ലോട്ടറി ടിക്കറ്റ് എടുത്ത് 500 രൂപ മേടിക്കാനല്ലേ നോക്കുള്ളൂ. അതല്ല, ചിലവ് നോക്കും. ഇപ്പം 500 രൂപക്ക് 10,000 രൂപ കൊടുത്ത് ട്രാവൽ ചെയ്ത് 500 രൂപ ടിക്കറ്റ് ആരും ക്യാഷ് ചെയ്യില്ല. പക്ഷെ ഇതല്ല സാഹചര്യം. 19 ലക്ഷം രൂപയുടെ വീടാണ്, എന്നിട്ടും തിരക്ക്. അതുകൂടാതെ പറഞ്ഞിട്ട് ചില കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നു. ആദ്യത്തെ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം. ഒരുപക്ഷെ സുഹൃത്താണല്ലോ ഈ വ്യക്തി. അപ്പോൾ ഇയാൾക്ക് ഈ ടിക്കറ്റിന് പൈസ നേരിട്ട് കൊടുത്തിട്ടുണ്ടാവാം, എന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇയാൾ പോയിട്ടില്ല, ഗൂഗിൾ പേ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിചാരിക്കാം. ടിക്കറ്റ് മേടിച്ചിട്ടില്ലെങ്കിൽ കളി വേറെയാണ് കേട്ടോ. ഞാനിതിവിടെ ആഡ് ചെയ്യാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനന്ന് ഈ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര പൈസയൊക്കെ തരാമെന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ അത്രയും പൈസക്ക് ടിക്കറ്റ് എടുത്തുകൂടെ? അപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു അന്ന് അയാൾ ഓഫർ ചെയ്ത് പോയിക്കാ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ പകുതിയോളം ടിക്കറ്റ് ഇയാളുടെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അതിലേക്ക് ലാഭം ഇയാൾക്ക് കിട്ടും. പക്ഷെ അയാൾ പറയാം അത് പറ്റില്ല, എനിക്ക് ഇത് സമ്മാനം കിട്ടുമെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഞാൻ പൈസ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 13 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു തുകയല്ല, 13,000 ടിക്കറ്റാണ് ഇയാൾ എടുക്കുന്നത്. എടുത്തിട്ടില്ല എങ്കിൽ ഇത് സംഗതി വേറെ രീതിയിൽ പോകും. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം ഇതിൽ ഈ കുഞ്ഞാനെന്ന് പറയുന്ന വ്യക്തി, അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിന്ന് തട്ടിപ്പൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത്. അതിനെ കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ ഹൈദർ വേറൊരു കാര്യം പറയുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതുമല്ല. ഞാൻ എൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് അന്വേഷിച്ച് നോക്കിയെന്നേ ഉള്ളൂ. ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ, പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും 2 വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ, ബാംഗ്ലൂരിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് അതിലെ കൂടി പോകുന്ന ഒരു പശുവിൻ കുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി. പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് ലേശം തൊലി പൊളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ചു കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ണനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട്, അന്ന് നിങ്ങൾ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ റീച്ച് ഉണ്ടാക്കിയത്, ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞവനാ. അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു, നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ സമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക്? സ്വന്തം മകന് കമ്പി കയറിയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ നീ
നീ എന്തിനും തയ്യാറാകും. ആ എന്തിനും തയ്യാറതിൻ്റെ ഭാഗമാണോ ഇതും കൂടി എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ബാക്കി ഇതിൽ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളും ക്രെഡിബിലിറ്റി ഉള്ള ആളുകൾ എന്ത് പറഞ്ഞാലും എത്ര ഉടായ്പ കാണിക്കുന്ന ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ടല്ലേ. എന്നിരുന്നാലും അവരോടൊപ്പം നിന്ന് ഓശാന പാടുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മളത് പറച്ചിൽ നിർത്തി. പറ്റിക്കപ്പെടാനുള്ളവൻ പോയി പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ തേക്ക്, മാഞ്ചിയം, ആട് തുടങ്ങി ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഓരോ സ്കീമായിട്ട് ആൾക്കാർ വരും. അതിൽ കൊണ്ട് കാശ് കളയാനും രണ്ട് രീതിയിലാണ്. ഒന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള രീതി, മറ്റേത് ചാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സങ്കടം അത് എൻഗേജ് ചെയ്യുന്ന പരിപാടി. ഈ രണ്ട് രീതിയിലും ആളുകൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാലാകാലങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് കാര്യം ഉദ്ദേശിക്കുന്ന കാര്യം, നേരത്തെ ഇതിനൊരു ലീഗൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ലീഗലായിട്ട് പോകുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം കേരളത്തിൽ ലോട്ടറി മറ്റൊരാൾ നടത്താൻ പാടില്ല. അങ്ങനെ അനധികൃതമായി നടത്തുന്ന ഒരു ലോട്ടറിയിൽ പോയി കാശെടുത്ത് പൈസ പോയതിന് ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരെങ്ങനെ നടത്തുന്ന എനിക്കിപ്പോഴും മനസ്സിലായിട്ട് ഇവരെന്ത് എക്സെപ്ഷൻ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. ചിലപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന മറ്റു നറുക്കെടുപ്പ് പോലെ നടത്തുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അത് സാധ്യത നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ ബൈക്ക് സമ്മാനമായിട്ട് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു വീട് സമ്മാനമായിട്ട് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരും. അപ്പം അങ്ങനെ ചിലപ്പോൾ ലൂപ്പ് ഹോൾസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ അതല്ല നടന്നിരിക്കുന്നത്. ഒരു ഫിക്സിങ് നടന്നിരിക്കുന്നു എന്ന് സംശയം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വഞ്ചനാ കുറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. കാശ് കൊടുത്തവരെ അവരെ പറ്റിച്ച് സുതാര്യമല്ലാത്ത രീതിയിൽ നറുക്കെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നു. ആ ചോദ്യം വാലിഡാണ്, വഞ്ചനാ കുറ്റത്തിന് കീഴിൽ വരുന്നതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, പൈസ മുടക്കിയിട്ടുള്ള സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിൽ ഉടായ്പ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഉടായ്പ നടന്ന ആൾ പിടിക്കപ്പെടും. അതിനെതിരെ കൃത്യമായ നിയമ നടപടികളുണ്ടാവും. അല്ലെങ്കിൽ ഇതൊരു റീഡ്രോ ചെയ്യണമെന്നുള്ള ആവശ്യം വരും. രണ്ടാമത് ഈ നറുക്കെടുപ്പ് നടത്തണം. സുതാര്യമായിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസിൽ ഈ നറുക്കെടുപ്പ് നടക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വരും. ഇത് പറയുന്നത് എനിക്ക് വേണ്ടിയല്ല. കാരണം ഞാൻ ഇത്ര ഉടായ്പകൾ കൊണ്ടേ കാശിടാറില്ല. ഇതിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇത്തരം പരിപാടികൾ ഉടായ്പാണ്, ഇതിന് പിന്നാലെ പോകരുത്. അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ 50 ലക്ഷം രൂപ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ 1.5 കോടി രൂപ ടാർഗറ്റ് ചെയ്തിട്ട് ടിക്കറ്റ് ഇറക്കുന്നതിൽ അത് ഒരു സഹായത്തിന് വേണ്ടിയുള്ള ശ്രമമായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ പൈസ പോയി അല്ലെങ്കിൽ ഇതിനകത്ത് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു കാര്യം നടന്നിരിക്കുന്നു. നിങ്ങൾക്ക് അതിനു വേണ്ടി നിയമ നടപടികൾക്ക് പോകാം. ലോട്ടറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു വഞ്ചനാ കുറ്റം എന്ന രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് റീഡ്രോ ചെയ്യാനുള്ള ഒരു ശ്രമമെങ്കിലും നടക്കും. ആ ഫിക്സിംഗ് എന്ന് പറയുന്ന സംഭവമെങ്കിലും ഒന്ന് മാറിക്കിട്ടും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.